السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين أجمعين. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പവിത്രമായി ഭവനത്തിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവന്റെ സ്വലോക സ്വർഗത്തിൽ നാം എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ ദോഷങ്ങളെല്ലാം അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. ഇനിയുള്ള കാലം അള്ളാഹുവിന്റെ ഇഷ്ടത്തിലായി, അള്ളാഹുവിന്റെ പൊരുത്തത്തിലായി അള്ളാഹു നമുക്കെല്ലാവർക്കും ദീർഘായുസ്സുള്ള ആഫിയത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ, നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ, പ്രത്യേകിച്ച് ഇന്നലെ നമ്മിൽ നിന്നും ഇവിടെ പറഞ്ഞു പോയ കളക്കണ്ടത്തിൽ അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന മാന്യ സഹോദരനിക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ചെയ്ത മുഴുവൻ സൽക്കർമ്മങ്ങളും അള്ളാഹു സ്വീകരിക്കട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, പവിത്രമായ റബീഉൽ അവ്വൽ 12 നമ്മൾ സമാഗതമാവാൻ പോവുകയാണ്. ഇൻഷാ അല്ലാഹ് വരുന്ന ചൊവ്വാഴ്ചയാണ് റബീഉൽ അവ്വൽ 12. ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് സന്തോഷിക്കുന്ന യഥാർത്ഥ അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹു നാം എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകം മുഴുവനും സന്തോഷിക്കുന്ന ദിവസം, ആകാശവും ഭൂമിയും ഭൂമിയിലുള്ള സകല വസ്തുക്കളും ആഘോഷിച്ച ദിവസം, അള്ളാഹുവിന്റെ മാലാഖന്മാര് ആനന്ദത്തോടുകൂടി സന്തോഷത്തോടുകൂടി അവർ പാടി, ഖാലത്ത് മലായികത്തുസ് സമാഇ ബിയസ്രിഹിം വലിദൽ ഹബീബു വമിത്ലുഹു ലാ യൂലദു യാ റബ്ബി സ്വല്ലി അലൻ നബി മുഹമ്മദി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആ പിറവി കൊണ്ട് മാലാഖന്മാരൊക്കെ സന്തോഷിച്ച ദിവസമാണ് പവിത്രമായ റബീഉൽ അവ്വൽ 12 നമ്മിലേക്ക് സമാഗതമാവാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കുകയും അവിടുത്തെ മദ്ഹ് പ്രകീർത്തനങ്ങൾ പാടുകയും പറയുകയും നമ്മൾ ഓരോരുത്തരും ചെയ്യണം. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു യഥാർത്ഥ വിശ്വാസിക്ക് മാത്രമേ സ്നേഹിക്കാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കാത്ത ഒരു വ്യക്തി യഥാർത്ഥ മുഅ്മിനല്ല എന്ന് ഹബീബായ തങ്ങൾ തന്നെയാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മൾ ഓരോരുത്തരും സ്നേഹിക്കേണ്ടതാണ്. ഒരിക്കൽ ഹബീബ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്നിധാനത്തിലേക്ക് മഹാനായ ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫ സയ്യിദുനാ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നുകൊണ്ട് ഹബീബായ തങ്ങളോട് പറയുകയാണ്, നബിയെ, എന്റെ ആത്മാവിനെ ഒഴിച്ചു നിർത്തിയാൽ എന്റെ മാതാപിതാക്കളെക്കാൾ അതുപോലെ ഇതര ജനങ്ങളെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെക്കാൾ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞപ്പോ ഹബീബായ തങ്ങൾ മഹാനായ ഉമർ അൽ ഫാറൂഖ് തങ്ങളോട് പറയുകയാണ്, ഉമറേ, നീ ഒരു യഥാർത്ഥ മുഅ്മിനല്ല. നിന്റെ ആത്മാവിനേക്കാളും നീ ഇഷ്ടപ്പെടുന്ന ഇതര ജനങ്ങളെക്കാളും എന്നെ നീ പൂർണ്ണമായും ഇഷ്ടപ്പെടുന്നത് വരെ നീ ഒരു യഥാർത്ഥ മുഅ്മിനല്ല എന്ന് പറയേണ്ട താമസം മഹാനായ ഉമർ അൽ ഫാറൂഖ് കരയാൻ തുടങ്ങുകയാണ്. അവിടുന്ന് കൊണ്ട് കരഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞു, നബിയെ, എന്റെ ആത്മാവിനേക്കാളും ഞാൻ സ്നേഹിക്കുന്ന ഇതര ആളുകളെക്കാളും നബിയെ നിങ്ങളെ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ തങ്ങളുടെ മാനസ കൊട്ടാരത്തിലേക്ക് കടന്നുപോയി എങ്കിൽ ആ ഉമർ അൽ ഫാറൂഖ് തങ്ങളും അതുപോലെ മുഴുവൻ സ്വഹാബത്തും താബീങ്ങളും നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത് ഹബീബായ തങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കണം എന്നാണ്.
തങ്ങളാണ്. അതുകൊണ്ട് തന്നെ എല്ലാ അർത്ഥത്തിലും ഹബീബായ തങ്ങളുടെ വാക്കാല്, പ്രവർത്തിയാല്, മനസ്സാല് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഹബീബായ തങ്ങളെ നമ്മൾ പിൻപറ്റണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇഷ്ടപ്പെടാതെ ഒരാളും മുഅ്മിനല്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു. പക്ഷേ എങ്കിലും ഹബീബായ തങ്ങളോടുള്ള സ്നേഹം അല്പമെങ്കിലും ഖൽബിൽ ഉണ്ടായി കഴിഞ്ഞാൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മഖ്തലത ഹുബ്ബി ബിഖൽബി അബ്ദിൻ, ഏതെങ്കിലും ഒരു അടിമയുടെ ഹൃദയാന്തരങ്ങളിൽ എന്നോടുള്ള ഇഷ്ക്, എന്നോടുള്ള പ്രണയം, എന്നോടുള്ള സ്നേഹം ഉണ്ടായി കഴിഞ്ഞാൽ ഇല്ലാ ഹറമല്ലാഹു ജസദഹു അലന്നാർ, അവനെ ശരീരത്തിനെ തൊട്ട്, നരകത്തിനെ തൊട്ട് അവന്റെ ശരീരത്തെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഹറാമാക്കും, നിഷിദ്ധമാക്കും എന്ന് ഹബീബായ തങ്ങളാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹബീബായ തങ്ങളെ നല്ലതുപോലെ സ്നേഹിക്കുന്നതിന്റെ ഭാഗമായി കൊണ്ട് ധാരാളം സ്വലാത്തും സലാമും നമ്മൾ നല്ലതുപോലെ വർദ്ധിപ്പിക്കുക. പ്രത്യേകിച്ച് റബീഉൽ അവ്വൽ 12 നമ്മിലേക്ക് കടന്നു വരാൻ പോകുന്നത്. ആ ദിവസത്തിൽ നല്ലതുപോലെ സന്തോഷത്തോടുകൂടി ഇത് ലോകം തന്നെ പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനമാണ് എന്ന് കരുതിക്കൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ ഭൂമി ലോകത്ത് ഉണ്ടാവാൻ കാരണം അത് ഹബീബായ തങ്ങളാണ് എന്ന് ഓർത്തുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് അന്നത്തെ ദിവസത്തിൽ സന്തോഷിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിഫലങ്ങളാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. ഹബീബായ തങ്ങളുടെ ഇളാപ്പയായ അബൂ ലഹബിന് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ എല്ലാ തിങ്കളാഴ്ചയും നല്ല ശുദ്ധജലം കൊടുക്കുന്നുണ്ട് എന്ന് സ്വഹീഹ് ബുഖാരിയിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നതാണ്. ഞാനിത് വെറുതെ പറയുന്നതല്ല. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറ്റൊരു ഇളാപ്പയാണ് അബ്ബാസ് റളിയല്ലാഹു തആല. അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ അബൂ ലഹബ് മരണപ്പെട്ടു പോയതിനു ശേഷം അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു അബൂ ലഹബിനെ കിനാവിൽ കാണുകയാണ്, സ്വപ്നത്തിൽ കാണുകയാണ്. ലമ്മാ മാത അബൂ ലഹബ്, അബൂ ലഹബ് ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോയപ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ മറ്റൊരു ഇളാപ്പയായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു സ്വപ്നത്തിൽ കാണുകയാണ്. എന്നിട്ട് അബൂ ലഹബിനോട് ചോദിക്കുന്നുണ്ട്, അബൂ ലഹബേ, നീ എങ്ങനെയാണ്, നീ ഇപ്പോൾ അനുഭവിക്കുന്ന അവസ്ഥയെ കുറിച്ച് നീ പറഞ്ഞു തരുമോ എന്ന് അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു ചോദിക്കുമ്പോ അബൂ ലഹബ് അബ്ബാസ് തങ്ങളോട് പറയുന്നുണ്ട്, ഞാൻ മരിച്ചതിന് ശേഷം എനിക്ക് ഒരു ഖൈറും ഇതുവരേക്കും കിട്ടിയിട്ടില്ല. പക്ഷേ ഒരൊറ്റ സംഭവം, ഒരൊറ്റ കാര്യമുണ്ട്. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇളാപ്പയായ അബ്ബാസ് തങ്ങളോട് പറയുകയാണ്, എനിക്ക് എല്ലാ തിങ്കളാഴ്ചയും നല്ല വിപുല സമൃദ്ധമായ നല്ലൊരു വെള്ളം എന്ത് ചെയ്യുന്നുണ്ട്, എന്റെ കൈയിന്റെ വിരലിലൂടെ എനിക്ക് കിട്ടുന്നുണ്ട്. ബാക്കിയെല്ലാം ഞാൻ നരകത്തിലാണ്. പക്ഷെ വിശുദ്ധ ഖുർആൻ ഒരാളെ കുറിച്ച് ആക്ഷേപിച്ച് അയാൾ നരകത്തിലാണ് എന്ന് പോലും ഒരു സൂറത്ത് പോലും ഇറക്കിയിട്ടുണ്ട്. സൂറത്തുൽ മസദ് എന്ന് പറയുന്ന സൂറത്ത്. അതിലൂടെ പറയുന്നുണ്ട് അബൂ ലഹബ് പൂർണ്ണമായും നരകത്തിലാണ്, അവൻ നാശത്തിലാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൻ നരകത്തിലാണ് എന്ന് പോലും പറഞ്ഞിട്ട് എന്നിട്ട് എല്ലാ തിങ്കളാഴ്ചയും നല്ലൊരു വെള്ളം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അബൂ ലഹബിന് കൊടുക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണ് എന്ന് നിങ്ങൾക്കറിയുമോ? പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെ പറഞ്ഞു കൊടുക്കുകയാണ്, എനിക്കിത് കിട്ടാനുള്ള ഒരു സൗഭാഗ്യം എന്താണെന്ന് അറിയുമോ? എന്റെ ജ്യേഷ്ഠനായ അബ്ദുള്ളാക്ക് ഒരു ആൺകുട്ടി ജനിച്ചപ്പോ എന്റെ അടിമയായ സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമയെ, അവളാണ് എന്നിലേക്ക് സന്തോഷത്തോടുകൂടി ഈ വിവരം പറഞ്ഞത്. ചെറുപ്രായത്തിൽ തന്നെ ഹബീബായ തങ്ങളുടെ ഉപ്പ അബ്ദുള്ള എന്നവർ മരണപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നു. എങ്കിലും കുട്ടി വാപ്പയില്ലാത്ത കുട്ടിയാണ് എന്ന് കരുതിയതിന്റെ പേരില് വല്ലാത്തൊരു അനുകമ്പ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, അബൂ ലഹബിനും ഉണ്ടായിരുന്നു. പക്ഷേ സുവൈബത്തുൽ അസ്ലമിയ ആമിന ബീവി പ്രസവിച്ചിട്ടുണ്ട്. അതിൽ ഒരു ആൺകുട്ടി ജന്മം നൽകിയിട്ടുണ്ട്, ഒരു ആൺകുട്ടിക്ക് ജന്മം നൽകിയിട്ടുണ്ട് എന്ന് ആമിന ബീവി ഈ സന്ദേശം എന്ത് ചെയ്യാണ്, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമപ്പെണ്ണ് എന്ന് പറഞ്ഞപ്പോ അബൂ ലഹബ് എന്ത് ചെയ്യുകയാണ്, സുവൈബത്തുൽ അസ്ലമിയ എന്ന് പറയുന്ന അടിമയെ മോചിപ്പിക്കുകയാണ്. അതിന്റെ കാരണം കൊണ്ടാണ് എല്ലാ തിങ്കളാഴ്ചയും നല്ല ഒരു ശുദ്ധ ജലം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ നരകത്തിലൂടെ അബൂ ലഹബിനിക്ക് അല്ലാഹു കൊടുത്തിട്ടുണ്ട് എങ്കിൽ ഹബീബായ തങ്ങൾ ഈ ലോകത്തിലേക്ക് ഭൂജാതനായ സമയത്ത് മുഅ്മിനീങ്ങളായ മുസ്ലിമീങ്ങളായ
നമ്മൾ സന്തോഷം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ വല്ലാത്ത പ്രതിഫലങ്ങളാണ് നമ്മളെ കാത്തു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആര് എന്ത് തന്നെ പറഞ്ഞോട്ടെ, എങ്കിലും ഹബീബായ തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനത്തിന്റെ ഭാഗമായിക്കൊണ്ട്, ആ സന്തോഷം പ്രകടിപ്പിക്കുന്നതിന്റെ ഭാഗമായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് വരുന്ന ചൊവ്വാഴ്ച പുലർച്ചെ രാവിലെ 4 മണിക്ക് നമ്മുടെ പള്ളിയിൽ വെച്ച് മൗലിദിന്റെ സദസ്സും അതേപോലെ ദുആവും നടക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹത്തോടു കൂടി പറയാനുള്ളത്, എല്ലാ വിധത്തിലും എല്ലാ വിഷയത്തിലും നമ്മൾ ഉറക്കമൊഴിച്ച ആളുകളായിരിക്കും. ലോകം തന്നെ പടക്കാൻ കാരണദൂതരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂജാതനായ ആ സമയത്ത് നമ്മുടെ വീട്ടിലുള്ള എല്ലാ സഹോദരിമാരെയും വിളിച്ച് എഴുന്നേൽപ്പിച്ച് നമ്മളെല്ലാവരും പള്ളിയിലേക്ക് കടന്നു വരലോടുകൂടി നമ്മളെ മുതിർന്ന ആൺകുട്ടികളൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഹബീബായ തങ്ങളുടെ പേരിലുള്ള മദ്ഹ് പ്രകീർത്തനങ്ങൾ നമ്മുടെ പള്ളിയിൽ വെച്ച് നമ്മൾ നിർവഹിക്കുമ്പോൾ ഇതിന് സന്തോഷിച്ചിട്ടില്ല എങ്കിൽ പിന്നെ എന്തിന് സന്തോഷിച്ചിട്ട് എന്ത് കാര്യമാണ് നമുക്ക് കിട്ടുക എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഉറക്കമൊഴിച്ചത് ഒന്നും വെറുതെയാകൂല. ഹബീബായ തങ്ങളോടുള്ള മഹബത്തിന്റെ ഭാഗമായി കൊണ്ട് നമ്മൾ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതുകൊണ്ട് സ്നേഹത്തോടു കൂടി എന്റെ മഹല്ല് നിവാസികളോട് എനിക്ക് പറയാനുള്ളത്, ചൊവ്വാഴ്ച പുലർച്ചെ 4 മണിക്ക് നടക്കുന്ന മൗലിദ് കൃത്യമായി കൊണ്ട് തന്നെ എല്ലാ സഹോദരന്മാരും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. റബ്ബ് തആല ആ ദിവസത്തിൽ ഒരുപാട് സുഹൃതങ്ങളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അല്ലാഹു നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ഇട്ട് നൽകട്ടെ. ആശിഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതേപോലെ ചൊവ്വാഴ്ച രാവിലെ 7 മണിക്കാണ് നമ്മുടെ കുട്ടികളുടെ ഘോഷയാത്ര. കുട്ടികളും രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും എല്ലാവരും അണിയിച്ചൊരുക്കുന്ന ഈ വർഷത്തെ നബിദിന വിളംബര ഘോഷയാത്ര കൃത്യം ചൊവ്വാഴ്ച രാവിലെ 7 മണിക്ക് നമുക്ക് ആരംഭിക്കണം. അതിലും എന്ത് ചെയ്യണം, എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണം. എല്ലാ വർഷവും നമ്മൾ നടത്തുന്നതാണ്. ഏത് വിഷയത്തിലും റബീഉൽ അവ്വലുമായി ബന്ധപ്പെട്ട് വിമർശനങ്ങൾ ഉയരുന്തോറും എന്ത് ചെയ്യാണ്, ഈ പരിപാടികൾ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതിനൊക്കെ കാരണം എന്താണ്? അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്മരണ ഈ ലോകത്ത് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പറഞ്ഞതല്ല, വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞതാണ്. പല എഴുത്തും പല കുത്തും എന്തും നമ്മൾ പല ഭാഗത്തു നിന്നൊക്കെ വരും. പക്ഷെ എങ്കിലും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പ്രകീർത്തനങ്ങൾക്ക് സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകൾ ഒരാളും അതിൽ നിന്ന് മാറി നിൽക്കാതെ കൃത്യമായി കൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഹബീബായ തങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യമായി കൊണ്ട് നമ്മൾ ഓരോരുത്തരും മാറ്റി നിർത്താൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. അതേപോലെ ഘോഷയാത്ര കഴിഞ്ഞതിന് ശേഷം കുട്ടികളുടെ വ്യത്യസ്തമായ കലാപരിപാടികൾ ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണം കഴിച്ചതിന് ശേഷം 2:30 ഇൻഷാ അല്ലാഹ് നമുക്ക് ആരംഭിക്കും. നമ്മുടെ മക്കളാണ്. പല കുട്ടികളും പല രീതിയിലായിരിക്കും ഹബീബായ തങ്ങളെ കുറിച്ച് ഇങ്ങനെ പാടുന്നത്. പലതും ഈണുണ്ടാകും, ചിലത് കേൾക്കാൻ രസമുണ്ടാവും, എങ്കിലും ഉണ്ടാവും. നമ്മളെ കുട്ടികൾ പാടുന്ന പാട്ടുകൾ പലതും അഭിപ്രായ വ്യത്യാസങ്ങളും മറ്റും ഇത് രസമില്ല, കേൾക്കാനൊന്നും ഇതില്ല എന്നൊക്കെ ഉണ്ടാവും. പക്ഷേ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ കുട്ടി പാടുന്നത് എങ്ങനെയാന്നുള്ളത് ഓർത്തുകൊണ്ട് ഓരോരുത്തരും ക്ഷമയോടുകൂടി, അത് ഹബീബായ തങ്ങളുടെ പേരിലുള്ള മദ്ഹല്ലേ, അത് ക്ഷമയോടുകൂടി എല്ലാ ആളുകളും അത് കേൾക്കാനും അത് ശ്രവിക്കാനും എല്ലാ ആളുകളും അതിൽ പങ്കെടുക്കണമെന്ന് സ്നേഹത്തോടു കൂടി ഉണർത്തുകയാണ്. അതേപോലെ ഇൻഷാ അല്ലാഹ് മഹല്ല് തലത്തിൽ നടത്തുന്ന നേർച്ച ആഗസ്റ്റ് 28-ാം തീയതി, അതായത് വരുന്ന വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് മൗലിദ് സദസ്സും ശേഷം അന്നദാനവും നടക്കുമെന്ന് സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികൾ നമ്മളെ അറിയിച്ചിട്ടുണ്ട്.